ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ഓട്ടോകാഡിന്റെ ഇ ലേണിംഗ് സെഷനിലെ 4ാമത്തെ ചാപ്റ്ററിലാണുള്ളത്. കഴിഞ്ഞ ചാപ്റ്ററിൽ നാം കുറച്ച് ടൂളുകളൊക്കെ പഠിച്ചു. അതൊരു കൺസെപ്ഷൻ ഡ്രോയിങ് നോക്കി കുറച്ച് പകർത്തി വരച്ചു. അതിനുശേഷം നാം ഇന്ന് അതിൽ കുറച്ച് മോഡിഫിക്കേഷൻ ഒക്കെ വരുത്താൻ പോകണം. ഡോർ കൊടുക്കുന്നത്, വിൻഡോ കൊടുക്കുന്നത്, ഡയമെൻഷൻ എടുക്കുന്നത് എല്ലാം എങ്ങനെയാണ് എന്നുള്ളതാണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ കൂട്ടുകാരെ, അപ്പൊ നേരെ നമ്മൾ ക്ലാസ് സെഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ച് നിർത്തിയ ആ ഡ്രോയിങ്ങിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ആ പ്ലാൻ, ഇവിടെ ഒരു ബെഡ്റൂം, അതിനുശേഷം ഒരു ഇടനാഴി, അതിനുശേഷം ഒരു ഓഫീസ് റൂം, അതിനുശേഷം ഒരു ബാൽക്കണി അല്ലെങ്കിൽ സിറ്റ് ഔട്ട്, അങ്ങനെയുള്ള ഒരു ഏരിയ ആണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തു വെച്ചു. ഇതിൽ ഞാൻ പറഞ്ഞു ഇതിൽ ഡോറ് ഫിക്സ് ചെയ്യണം, അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇവിടെ കാണാം, നമുക്ക് ഈ ഇടയിൽ ലൈനുകൾ, ഇതൊന്നും പാടില്ല. ഇതെല്ലാം നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കമന്റ് നമ്മൾ പരിചയപ്പെടുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇത്രയും ഈ പാർട്ട് മതി, ഇതിനകത്തുള്ള ആ പാർട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യണം. അതെങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന കമന്റ് ഏരിയയാണ് ട്രിം. ഓക്കെ, അതിന് TR എന്ന് അടിക്കുമ്പോൾ തന്നെ ഇവിടെ വരുന്നുണ്ട്, ട്രിം ബ്രാക്കറ്റ് കാണിക്കുന്നത്. TR അടിച്ചതിന് ശേഷം 2 പ്രാവശ്യം നമ്മൾ എൻ്റർ അടിക്കണം. ഡബിൾ എൻ്റർ അടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ കാണിക്കുന്ന കമന്റ് ഏരിയസിൽ ട്രിം ചെയ്യേണ്ട ഏരിയ ട്രിം ചെയ്യാനായിട്ട്, അപ്പോൾ നമ്മളവിടെ ട്രിം ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, വേണ്ടാത്ത പാർട്ടെല്ലാം നമ്മൾ ട്രിം ചെയ്ത് കൊടുക്കുക. പ്ലാൻ ചെയ്യുന്നതിന്റെ സ്റ്റാൻഡേർഡ് ഇങ്ങനെയാണ്. ഈ ലൈനുകളൊന്നും പാടില്ല. നമുക്ക് അറിയാം, നമ്മളൊക്കെ വീട് ഒക്കെ വെച്ചിട്ടുള്ളവരും കാര്യങ്ങളൊക്കെ അറിയുന്നവരാണ്. അപ്പോൾ ഈ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നമ്മളിവിടെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിതിനെ ഡോറ് കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ഡോറ് കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ നമുക്കൊരു സ്റ്റാൻഡേർഡ് ഡോറിന്റെ സൈസ്, ജനലിന്റെ സൈസ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇപ്പം കോമൺ ആയിട്ട് നമ്മൾ മെയിൻ ഡോറ്, എൻട്രൻസിൽ കൊടുക്കുന്ന ഡോറ്, ഇന്നത്തെയൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വീടുകളിലൊക്കെ നല്ല ഡബിൾ പാളിയായിട്ടുള്ള ഡോറുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഡബിൾ പാളി വരുമ്പോൾ ഏകദേശം 1.5 മീറ്റർ ആണ് അതിന്റെ വിട്ട് വരുന്നത്. അപ്പോൾ 2 പാളി ഡോറും അതിന് ചേർന്ന് വിൻഡോ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് 2.5 മീറ്റർ വരെ പോകും. 3 മീറ്റർ ഉള്ളതുണ്ട്. അങ്ങനെ പല സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇപ്പൊ നമുക്കിവിടെ ആദ്യമായിട്ട് നമുക്ക് ഇതിന്റെ ഡയമെൻഷൻ ചെക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഡയമെൻഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമുക്കിവിടെ ഉള്ളതെല്ലാം എന്താണ്, ലീനിയർ ആയിട്ടുള്ള, ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സ്ട്രൈറ്റ് ആയിട്ടുള്ള ഡയമെൻഷൻസ് ആണ്. ഡയഗണൽസ് ഒന്നും ഇവിടെ ഇപ്പം ആവശ്യമില്ല. ഡയഗണൽ ഡയമെൻഷൻ ചെക്ക് ചെയ്യുന്നതിനും ലീനിയർ സ്ട്രൈറ്റ് ഡയമെൻഷൻ ചെക്ക് ചെയ്യുന്നതിനും അതുപോലെ ആർക്ക്, ആംഗിൾ, ഇതെല്ലാം ചെക്ക് ചെയ്യുന്നതിന് പ്രത്യേകം കമാൻഡ് ഏരിയസ് ഉണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ സ്ട്രൈറ്റ് ലൈനുകളാണ് ഇപ്പം ഡയമെൻഷൻ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇവിടെ നമുക്ക് മെനു ബാറിൽ തന്നെ ലീനിയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് ഫസ്റ്റ് പോയിന്റും സെക്കൻഡ് പോയിന്റും സെലക്ട് ചെയ്തുകൊണ്ട് ഡയമെൻഷൻ കാണിക്കാം. ഇപ്പൊ ഇവിടെ ഡയമെൻഷന്റെ ആ ടെക്സ്റ്റ് വളരെ ചെറുതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഡയമെൻഷന്റെ ടെക്സ്റ്റ് വന്നിട്ട് ഓട്ടോകാഡ് ഡിഫോൾട്ട് ആയിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ വളരെ ചെറുതായിരിക്കും. നമുക്ക് സ്യൂട്ടായ രീതിക്ക് ആദ്യം ടെക്സ്റ്റിനെ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പൊ ഡയമെൻഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ടെക്സ്റ്റിനെ കുറിച്ച് പഠിക്കേണ്ട ഒരു ആവശ്യകത വരുന്നു. അപ്പോൾ നമ്മൾ നേരെ ടെക്സ്റ്റിനെ കുറിച്ച് നോക്കാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ D എന്നുള്ളൊരു കമന്റ്, ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ് ആണ്. ഓക്കെ, അപ്പൊ അത് ഡയമെൻഷൻ സ്റ്റൈലൊക്കെ അതിലാണ് വരുന്നത്. അപ്പൊ D അടിച്ചിട്ട് എൻ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു വിൻഡോ ഓപ്പൺ ആവും. ഈ വിൻഡോയിൽ ഇവിടെ മോഡിഫൈ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ പോകുമ്പോൾ നമുക്കിവിടെ കാണാം ലൈൻസ്, സിമ്പിൾസ് ആൻഡ് ആരോസ്, ടെക്സ്റ്റ്, ഫിറ്റ്, പ്രൈമറി യൂണിറ്റ്സ്, ആൾട്ടർനേറ്റ് യൂണിറ്റ്സ്, ടോളറൻസസ്. അപ്പൊ ഇതിലെല്ലാം നമുക്ക് ഓരോന്നും പഠിക്കാനുണ്ട്. അപ്പോൾ ഞാനിന്നിപ്പോ നമുക്കിവിടെ ഇപ്പൊ ആവശ്യമുള്ള കാര്യം മാത്രം ഡിസ്കസ് ചെയ്യാണ്. നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളെല്ലാം നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പൊ ഇവിടെ നമുക്ക് കാണാം 0.18 ആണ് ടെക്സ്റ്റ് ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് വിസിബിൾ അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു 10 കൊടുക്കുന്നു. ഓക്കെ, ടെക്സ്റ്റ് ഹൈറ്റ് നമുക്ക് ആവശ്യമായ രീതിക്ക് 10 കൊടുക്കുന്ന സമയത്ത് ടെക്സ്റ്റ് വലുതായി. അപ്പൊ നമുക്ക് ഈ ആരോയും ഡയമെൻഷൻ സ്റ്റൈൽ കാണിച്ചിരിക്കുന്ന ഈ ആരോയും നമുക്ക് വലുതാകേണ്ടതുണ്ട്. അപ്പോൾ അതിന് സിമ്പിൾസ് ആൻഡ് ആരോസിൽ വന്നിട്ട് ഇവിടെ നമുക്ക് കാണാം 1.18 ആണുള്ളത്. അത് 10 ആയി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഓക്കെ കൊടുക്കുക. എന്നിട്ട് സെറ്റസ് കറണ്ട് കൊടുക്കുക. സെറ്റസ് കറണ്ട് കൊടുത്താൽ ഏകദേശം അതിൽ സെറ്റ് ആവുന്നതാണ്. ഇൻ കേസ് ഇനി സെറ്റസ് കറണ്ട് കൊടുത്ത് ക്ലോസ് ചെയ്യാം. ഇൻ കേസ് ഇവിടെ ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്,
ചില ടൈമിൽ ഇത് സെറ്റ് ആകത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ നേരെ ഇവിടെ ഡയമെൻഷൻ എന്നുള്ളത് ഇവിടെ മെനു ബാറിൽ കാണാം. ഡയമെൻഷൻസിൽ പോകുമ്പോൾ ഇവിടെ അപ്ഡേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാം. ഓക്കെ, ഈ അപ്ഡേറ്റ് കൊടുക്കുമ്പോൾ നമുക്കിവിടെ കാണിക്കുന്നുണ്ട് ഡയമെൻഷൻ സ്റ്റൈൽ സെലക്ട് ഒബ്ജക്ട്. അപ്പൊ നമ്മൾ ആ ഡയമെൻഷൻ സ്റ്റൈൽ സെലക്ട് ചെയ്തിട്ട് എൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡയമെൻഷൻ അവിടെ അപ്ഡേറ്റ് ആവുന്ന കാണാം. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഡയമെൻഷൻ ഇവിടെ കൊടുത്തു. ഇവിടെ കാണാം 1.5 മീറ്റർ, അതായത് സെന്റിമീറ്ററിലാണ് നമ്മളിപ്പോൾ ഡ്രോയിങ്ങിന്റെ സ്റ്റൈൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെന്റിമീറ്ററിലാണ്. ഇവിടെ ഒരുപാട് സീറോസ് കാണുന്നുണ്ട്. ഈ സീറോ നമുക്ക് എങ്ങനെ ഹൈഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതും നമ്മൾ ഡിയിൽ തന്നെയാണ് പോകേണ്ടത്. ഡിയിൽ പോയിട്ട് എൻ്റർ അടിക്കുക. അതിനുശേഷം മോഡിഫൈയിൽ പോയിട്ട് ഇവിടെ കാണാം പ്രൈമറി യൂണിറ്റ്സ്. അപ്പം പ്രൈമറി യൂണിറ്റ്സിൽ നമ്മൾ നോർമലായിട്ട് ഇവിടെ ഡെസിമലാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഓരോ ഡ്രോയിങ് ബേസ് ചെയ്ത് നമ്മളിതിന് പലതും യൂസ് ചെയ്യും. അതൊക്കെ നമ്മൾ കടന്നു വരുന്ന ചാപ്റ്ററുകളിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ കൂട്ടുകാരെ, അപ്പൊ നമ്മൾ ഡെസിമൽ കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ഈ കാണുന്ന ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഇവിടെ ആക്റ്റീവായിട്ടുള്ളത് കാണാം 0. നമ്മുടെ ഡയമെൻഷൻ കഴിഞ്ഞതിന് ശേഷം 4 ഡിജിറ്റും കൂടി കാണിക്കും പോയിന്റ് ആയിട്ടുള്ളത്. അപ്പൊ നമുക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തത് 0 എന്നുള്ളത് മാത്രം കൊടുത്തിട്ട് ഓക്കെ കൊടുത്ത് സെറ്റസ് കറണ്ട് കൊടുത്ത് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ആ സീറോസ് എല്ലാം പോയിട്ടുണ്ട്. ഇപ്പൊ 1.5 മീറ്റർ ആണ് ഇവിടുത്തെ ഈ എൻട്രൻസിന് ഇവിടെ കൊടുത്തിരിക്കുന്ന ഡയമെൻഷൻ. ഇതാണ്, ഈ ഡയമെൻഷനിലാണ് ഈ പ്ലാൻ ഉള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ സെൻട്രലായിട്ട് 1 മീറ്ററിന്റെ ഡോർ ഫിക്സ് ചെയ്യണം. ഓക്കെ കൂട്ടുകാരെ, അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇവിടെ കാണാം, നമുക്ക് ലൈൻ വരയ്ക്കുന്ന കമ്പനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈൻ L എൻ്റർ കൊടുക്കുമ്പോൾ നമുക്കിവിടെ ഈ ലൈനിന്റെ സ്റ്റാർട്ട് പോയിന്റിൽ ഒരു ഗ്രിഡ് നോഡ് കാണിക്കുന്നുണ്ട്. ഈ കാണിക്കുന്ന ഈ ഗ്രീൻ കളറിന് നോഡ് എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു നോഡുണ്ട്, സ്റ്റാർട്ട് പോയിന്റിന്റെ നോഡ്. അതിനുശേഷം സെന്റർ പോയിന്റ് കാണിക്കുന്നുണ്ട്, എൻഡ് പോയിന്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് 4 പോയിന്റുകൾ നമുക്കിവിടെ ഉള്ളത്. അപ്പൊ നമ്മളിതിന്റെ സെന്റർ പോയിന്റിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന ഡോറിന്റെ സൈസ് ഇപ്പൊ ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന 1.5 മീറ്റർ ഇവിടെ ഫുൾ എൻട്രൻസ് ആയിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്കിപ്പോ ഇവിടെ ഓഫ് സെറ്റ് ഇവിടെ ഇപ്പൊ ഈ ഡയമെൻഷൻ ലൈൻ ഉപയോഗം കഴിഞ്ഞു, ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ഡിലീറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത് സെലക്ട് ചെയ്യുന്നു, ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇ എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ കാണാം ഇറേസ്. ഈ അടിച്ചതിന് ശേഷം എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ അത് പോയി കഴിഞ്ഞു. അപ്പൊ ഓക്കെ, ഇവിടെ നമുക്ക് ക്ലോസ് ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ സെൻട്രൽ ലൈൻ വരച്ചു കഴിഞ്ഞു. അതിനുശേഷം ഓഫ് സെറ്റ് കൊടുത്തിട്ട് ഓഫ് സെറ്റ് O എൻ്റർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതിനുശേഷം ഡിസ്റ്റൻസ് ചോദിക്കുന്നുണ്ട്. അപ്പം 1.5 മീറ്ററിന്റെ പകുതി 75 ആണ്. അപ്പം 75 അടിച്ചു കൊടുക്കുക, എൻ്റർ കൊടുക്കുന്നു. എന്നിട്ട് ഏതെല്ലാം സൈഡിലോട്ടാണ് വേണ്ടത്, റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നമ്മളവിടെ ഫുള്ള് ഡോർ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ പാർട്ട് ട്രിം TR ഡബിൾ എൻ്റർ ട്രിം അടിച്ചു കഴിഞ്ഞു. കൂട്ടുകാരെ, എന്നിട്ട് ഈ ലൈൻ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം സെലക്ട് ആയി പോകും, മൊത്തം ഡിലീറ്റ് ആയി പോകും. ഓക്കെ, ഉണ്ടല്ലേ, മൊത്തം ഡിലീറ്റ് ആയിപ്പോയി. അതിനുശേഷം കൺട്രോൾ Z അടിച്ച് കണ്ടു എടുത്തു. അപ്പോൾ മൊത്തം ഡിലീറ്റ് ആക്കണം, നമുക്ക് ഈ ലൈൻ മാത്രം മതി. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്ത് ബ്ലൂ ഓപ്ഷൻ വെച്ച് വേണം സെലക്ട് ചെയ്യാൻ. ഈ രണ്ട് ഇതിനും വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലോട്ട് മൗസ് കഴ്സർ ക്ലിക്ക് ചെയ്ത് ലെഫ്റ്റ് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ കളറിലായിരിക്കും ഡ്രാഗ് വിസിബിൾ ആവുന്നത്. അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഏതൊക്കെ ലൈനിൽ ടച്ച് ആവുന്നോ ആ ലൈൻ എല്ലാം ടച്ച് ആവും. അപ്പൊ നമുക്ക് ഇവിടെ യൂസ്ഫുൾ ഏതാണ്, റൈറ്റ് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്യലാണ്. അപ്പം റൈറ്റ് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ബ്ലൂ കളറാണ് വരുന്നത്. അപ്പം കാണാം ടച്ച് ചെയ്ത എല്ലാ ലൈനും സെലക്ട് ആയിട്ടില്ല, ഏതൊരു ലൈനും പൂർണ്ണമായിട്ട് കവർ ചെയ്തോ ആ ലൈൻ മാത്രമേ നമുക്ക് ഡിലീറ്റ് ആക്കാനോ എഡിറ്റ് ചെയ്യാനോ ഉള്ള സെലക്ഷൻ ആക്റ്റീവ് ആവുകയുള്ളൂ. അപ്പോൾ അവിടെ അത് ആക്റ്റീവായി ആ ലൈൻ സെലക്ട് ആയിട്ടുണ്ട്. നമ്മൾ ഈ എൻ്റർ കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ നോർമലായിട്ട് ഡിലീറ്റ് ബട്ടൺ ഉണ്ട് കീബോർഡിൽ, അതും ഉപയോഗിക്കാം. അതുകൊണ്ട് ഡിലീറ്റ് ആയി കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നോർമലി പ്ലാൻ 2 ടൈപ്പാണ്. ചില പ്ലാനുകളിൽ ഡോറിന്റെ അവിടെ ഫുൾ ഓപ്പൺ ആയിരിക്കും. ഓക്കെ, ഓപ്പൺ കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് ട്രിം കമന്റ് നമ്മൾ പഠിച്ചത് TR ഡബിൾ എൻ്റർ കൊടുത്തതിന് ശേഷം ഇത് ഫുള്ള് ട്രിം ചെയ്ത് കളയുക. അപ്പം ഈ ലൈൻ എന്തുകൊണ്ട് ഡിലീറ്റ് ആയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിം നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടിന്യൂസ് ലൈൻ ഉള്ളതിന്റെ ഇടയിലൊരു പാർട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതായത് കണ്ടിന്യൂ ആയിട്ടുള്ള ഒരു ലൈൻ അതിന്റെ ഇടയിലുള്ള ഒരു പീസിനെ കട്ട് ചെയ്ത് മാറ്റാൻ.
ഇപ്പൊ ഈ ലൈൻ ട്രിം ആക്റ്റീവ് ആയില്ല. ഇതിന് ട്രിം ആക്റ്റീവ് ആക്കാം നമുക്ക്. ഇപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കാണിച്ചാൽ ലൈൻ കൊടുത്ത് ഞാൻ ഇവിടെ ഒരു ലൈൻ വരച്ചു, അതിനുശേഷം ഇവിടെ ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഇനി ഞാൻ ട്രിം കൊടുത്തു കഴിഞ്ഞാൽ TR ഡബിൾ എൻറ്റർ കൊടുത്തിട്ട് ഇവിടെ ട്രിം ആവും. ഈ രണ്ടും ട്രിം ആവത്തില്ല. ഓക്കെ, Ctrl Z അൺഡു കൊടുക്കുന്നു. വീണ്ടും ഞാൻ ട്രിം TR ഡബിൾ എൻറ്റർ കൊടുക്കുന്നു. അതിനുശേഷം ഇത് ട്രിം ആക്കാം, ഇത് ട്രിം ആക്കാം. ഓക്കെ, അപ്പോൾ ട്രിമ്മിന്റെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ട്രിം അങ്ങനെയാണ് അപ്ലൈ ആവുന്നത്. അപ്പോൾ ഞാൻ അൺഡു കൊടുത്തിട്ട് നമ്മൾ അപ്പോൾ ഈ ലൈൻ നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം? സെലക്ട് ചെയ്യുക, അതിനുശേഷം നമ്മൾ ഈ എൻറ്റർ കൊടുക്കുക. അത് പോയി കഴിഞ്ഞു. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ അതിനുശേഷം ഇവിടെ ഓപ്പൺ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഡോറിന്റെ മറ്റൊരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ഡോറിന്റെ ആ ഒരു ഓപ്പൺ ആയിരിക്കുന്ന ഒരു രണ്ട് ആർക്കുകൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ച പോലെ, ഡോർ ഓപ്പൺ ചെയ്ത് വെച്ച ഒരു വിസിബിലിറ്റി അവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതെങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് നമ്മൾ ആ ഡിലീറ്റ് ചെയ്ത ലൈൻ തിരിച്ചു കൊണ്ടുവരുന്നു. എന്നിട്ട് ഈ ലൈനെ നമ്മൾ സെലക്ട് ചെയ്ത് മൂവ് ചെയ്യുന്നു. മൂവിന് ഉപയോഗിക്കുന്ന കമന്റ് ആണ് M എന്റർ. M എന്നടിച്ചപ്പം തന്നെ മൂവ് ഇവിടെ വന്നു കഴിഞ്ഞു. M എന്റർ അടിച്ചു കഴിഞ്ഞാൽ ബേസ് പോയിന്റ് ചോദിക്കുന്നു. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് പോയിന്റ് സെലക്ട് ചെയ്ത് മൂവ് ചെയ്ത് വേണ്ട പോയിന്റിൽ ഉണ്ടല്ലേ മൂവ് സ്പെസിഫൈ സെക്കൻഡ് പോയിന്റ് ഓർ ഡിസ്പ്ലേസ്മെന്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ നെക്സ്റ്റ് പോയിന്റ് കൊടുക്കുന്നു, അവിടെ കൊണ്ടുവയ്ക്കുന്നു. ഓക്കെ, അപ്പൊ അതിനുശേഷം നമ്മൾ ഈ ലൈനെ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്ക് രണ്ട് ആയിട്ട് മാറ്റണം. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് ഉപയോഗിക്കുന്ന കമന്റ് ആണ് സെലക്ട് ചെയ്തതിനു ശേഷം ഡിവൈഡ് എന്നുള്ളത് DIV എന്നടിക്കുമ്പോൾ ഡിവൈഡിന്റെ കമന്റ് ഏരിയാസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഡിവൈഡിന്റെ DIV അടിച്ചിട്ട് എൻറ്റർ കൊടുക്കുമ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട് സെലക്ട് ഒബ്ജക്ട്. അപ്പം സെലക്ട് ഒബ്ജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം ചോദിക്കുന്നത് ഡിവൈഡ് എൻറ്റർ ദ നമ്പർ ഓഫ് സെഗ്മെന്റ്, അതായത് എത്ര പീസായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ 2 എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. 2 കൊടുക്കുന്നു. അപ്പോൾ അത് ഓൾറെഡി ഇവിടെ ഡിവൈഡ് ആയി കഴിഞ്ഞു. നമുക്ക് ലൈൻ കമന്റ് അടിച്ചതിന് ശേഷം ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇവിടെ നോട്ട് പോയിന്റ് കാണിക്കുന്നുണ്ടല്ലേ, നോഡ്. അപ്പോൾ 2 പീസായിട്ട് മാറി കഴിഞ്ഞു. അപ്പോൾ അതിന്റെ കറക്റ്റ് സെന്റർ ആയി കഴിഞ്ഞു. അപ്പോൾ ആ സെന്റർ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് വലത് സൈഡിലോട്ടൊരു ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് 2 ലൈൻ ഉണ്ട്. ഇവിടെ ഒരു ലൈൻ ഓൾറെഡി ഉണ്ട്. അതിനുശേഷം ഇവിടെ ഈ ലൈൻ നമുക്ക് റൈറ്റ് സൈഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വിസിബിൾ ആയി കഴിഞ്ഞു. അപ്പോൾ ആ ലൈൻ സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ ലൈനിൽ നിന്നും ഈ ഡോർ ഇങ്ങനെ തുറന്നിരിക്കുന്നതായിട്ട് കാണിക്കണം. അപ്പം അത് നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അത് നമ്മൾ ആർക്കാണ് ഉപയോഗിക്കുന്നത്. ആർക്ക് കമന്റ് ഇവിടെ മെനു ടൂൾ ബാറിൽ നിന്ന് എടുക്കാം ആർക്ക്. അതല്ലെങ്കിൽ നമ്മുടെ A അടിച്ചു കഴിഞ്ഞാൽ ആർക്കിന്റെ കമന്റ് ഏരിയാസ് ആണ് A എന്റർ. A അടിച്ചു കഴിഞ്ഞാൽ ആർക്കിന്റെ ഫസ്റ്റ് പോയിന്റ് ചോദിക്കും. അപ്പൊ നമ്മൾ ഫസ്റ്റ് പോയിന്റ് ഇവിടെ സെന്റർ പോയിന്റ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ആവുന്നത്. ഫസ്റ്റ് പോയിന്റ് കൊടുക്കുന്നു. അതിനുശേഷം സെന്റർ പോയിന്റ് F8 ഓഫ് ചെയ്ത് കൊടുക്കുക, ഓർത്ത് ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ സെന്റർ പോയിന്റിന് ഏകദേശം സ്യൂട്ടായി വരുന്ന രീതിക്ക് നമ്മൾ ഒരു പോയിന്റ് കൊടുക്കുക, സെക്കൻഡ് പോയിന്റ്, അതിനുശേഷം തേർഡ് പോയിന്റ്. ഓക്കെ കൂട്ടുകാരെ, അപ്പൊ അതിനുശേഷം നമുക്ക് ഈ ഡോറിനെ ഇതിന്റെ സ്യൂട്ടിന് അനുസരിച്ച് നമുക്ക് ഈ ആർക്കിനെ റീപൊസിഷനിങ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ 1 മീറ്റർ 0.75 മീറ്ററിന്റെ ലൈൻ, ഇത് നമ്മൾ ഡോറിന്റെ ഒരു പാളിയാണ്. ഇതിന് ഞാനൊരു ചെറിയ തിക്നെസ് കൂടി കൊടുക്കുന്നു. ഓഫ്സെറ്റ് കൊടുത്തിട്ട് ഒരു 5 സെന്റി തിക്നെസ് കൊടുക്കുകയാണ്. ഓക്കെ, ഡോറിന്റെ ഷട്ടർ ആയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ലൈനും കൂടെ വരച്ച് ഞാൻ അതിനെ ക്ലോസ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ ഈ ഡോറിന്റെ ഷട്ടറിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കാണിക്കാം. ഡോർ നമുക്ക് തുറന്നു പോണതായിട്ട് ഫീൽ ചെയ്യും. RO ആണ് റൊട്ടേറ്റിന്റെ കമന്റ് ഏരിയാസ്. R കൊടുത്ത് എന്റർ കൊടുക്കുമ്പോൾ ഇവിടെ ചോദിക്കുന്നത് റൊട്ടേറ്റ് സ്പെസിഫൈ ബേസ് പോയിന്റ്. ഏത് ബേസ് പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ട് വേണം റൊട്ടേറ്റ് ആകാനെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡോറിന്റെ ഈ പോയിന്റ് കൊടുത്തിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യിക്കാം. സെലക്ട് ചെയ്തു, ഇപ്പം കാണാം, കണ്ടില്ല റൊട്ടേറ്റ് ആവുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള റൊട്ടേഷനിൽ ഇങ്ങനെ കറക്കി നോക്കാം. കറക്റ്റ് പ്രോപ്പറായിട്ട് വേണമെന്നില്ല, നമുക്ക് ജസ്റ്റ് ഒരു വ്യൂവിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഇതിലൊന്നും ഡ്രോയിങ്ങുമായിട്ട് ബന്ധമില്ല. ഡോറിനും ഷട്ടറിനൊക്കെ നമ്മൾ പ്രത്യേകം എഞ്ചിനീയറിംഗ് ഡ്രോയിങ് തന്നെയുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഒരു വിസിബിലിറ്റിക്കും ഒരു ലുക്കിനും വേണ്ടിയിട്ടാണ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇത് ആസ് പെർ
ഇപ്പൊ ഈ ആർക്കിനകത്ത് തന്നെ നിൽക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ കാണിക്കാം. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ എന്താണ് ഇവിടെ ഫ്രണ്ടിൽ വരുന്ന നമ്മുടെ പടി, ആ ഒരു ഈ ഡോറിന്റെ കട്ടളപ്പടിയുടെ ആ ഒരു കട്ട് പീസ് നമുക്കിവിടെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യണം, റെക്റ്റാങ്കിൾ ഇവിടെ ഇതിന് സ്യൂട്ടായ രീതിക്ക് റെക്റ്റാങ്കിൾ വരയ്ക്കുക. എന്നിട്ട് ഈ റെക്റ്റാങ്കിൾ നമുക്കറിയാം ഇവിടെ നിന്ന് എടുക്കാൻ കഴിയും. അതല്ലെങ്കിൽ REC എന്നുള്ളതാണ് റെക്റ്റാങ്കിളിന്റെ കമന്റ് ഏരിയ. REC എന്ന് അടിച്ചു കഴിഞ്ഞാൽ റെക്റ്റാങ്കിൾ അവിടെ വരും. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ ഓൾറെഡി വരച്ചു കഴിഞ്ഞു. ഇതിനെ നമ്മൾ മൂവ് കമന്റ് എൻ്റർ അടിക്കുക. അതിനുശേഷം മൂവ് ചെയ്ത് ഇവിടെ വെക്കുക. ഓക്കെ, എന്നിട്ട് അപ്പൊ നമുക്ക് ഇത്രയും ഫ്രണ്ട് ഡോറിന്റെ ആ കട്ടള ഡോർ ഫ്രെയിം എന്ന് പറയുന്നത് പല തിക്നെസ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട് ഡോറിന് മെയിനായിട്ട് മിക്കവരും 20 സെന്റിയുടെ കട്ടളയൊക്കെ ഫുള്ള് മതിലിന്റെ കനത്തിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇതേ കനത്തിൽ കൊടുത്താലും പ്രശ്നമില്ല, നമുക്ക് അതല്ലെങ്കിൽ ഏത് കനത്തിലും കൊടുക്കുകയും ചെയ്യാം. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇതിനനുസൃതമായി ഒരു ഡിസൈൻ അവിടെ സാധാരണ നമ്മൾ ഡോർ ഷട്ടർ കാണപ്പെടുന്നത് കട്ട് പീസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ഡിസൈൻ അവിടെ ക്രിയേറ്റ് ചെയ്ത് എടുക്കാറുണ്ട്. 2 സെന്റർ പോയിന്റുകളിൽ നിന്നും ഇങ്ങനെ വരച്ച് കൂട്ടി യോജിപ്പിച്ചു കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെയാണ് നമ്മുടെ സാധാരണ പ്ലാനിലൊക്കെ കട്ടളയുടെ പ്ലാൻ വ്യൂവിൽ കാണിക്കുന്നത് എങ്ങനെയാണ്. അതിനുശേഷം അപ്പോൾ ഇത് നമ്മൾ ഇതേപോലൊരു പീസ് അപ്പുറത്തും വേണം. ഇനി നമുക്ക് ഇതേപോലെ മറ്റേ സൈഡിൽ വരച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു കമന്റ് ഉണ്ട്, മിറർ. ഇതേ സാധനം നമ്മൾ കണ്ണാടിയിൽ നോക്കിയാൽ ഇപ്പുറത്തെ സൈഡിൽ അതേപോലെ വരും. നമുക്കറിയാലോ, കണ്ണാടിയിൽ നമ്മൾ നോക്കുന്ന നമ്മുടെ പ്രതിബിംബമാണ് കാണുന്നത്. അതേ ഒരു മെത്തേഡാണിത്, മിറർ കമന്റ്. മിറർ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സൈഡിൽ എന്ത് വരച്ചോ അത് ഇതേ സൈഡിലേക്ക് നമുക്ക് കോപ്പി ആയിട്ട് കിട്ടും. അപ്പോൾ മിററിന്റെ കമന്റ് ആണ് MI എന്നുള്ളത്. നമ്മൾ MI കൊടുക്കുന്നു. അപ്പോൾ മിറർ സെലക്ട് ദ ഒബ്ജക്ട് ഇവിടെ കാണിക്കുന്നുണ്ട് കമന്റ് ഏരിയാസിൽ. ഓക്കെ, അതിനുശേഷം നമ്മൾ ഒബ്ജക്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ നമ്മൾ വലത്തോട്ടുള്ള ഡ്രാഗ് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ എല്ലാം കൂടെ സെലക്ട് ആവും. നമുക്ക് ആവശ്യമുള്ള തന്നെ വല സൈഡിലോട്ട് ഡ്രാഗ് ചെയ്ത് അത് സെലക്ട് ആയി കഴിഞ്ഞു. എന്നിട്ട് എൻ്റർ കൊടുക്കുന്നു. അപ്പോൾ ചോദിക്കുന്നത് മിറർ സ്പെസിഫൈ ഫസ്റ്റ് പോയിന്റ് ഓർ മിറർ ലൈൻ. അപ്പം ഫസ്റ്റ് പോയിന്റ് ഓർ മിറർ ലൈൻ നമ്മൾ കൊടുക്കുക. ഇതാണ് നമ്മുടെ മിറർ ലൈനായിട്ട് കൊടുക്കുക, സെൻട്രലായിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ കൊടുക്കുമ്പോൾ തന്നെ ഇതേ സൈഡിൽ സെയിം ഒരു ഇമേജ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് ലൈനിൽ തന്നെ അത് ക്ലിക്ക് ചെയ്യാൻ നോക്കുക. F8 ഓർത്തോ ഓൺ ആക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ, ഇല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻക്ലൈൻഡ് ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെ കൊടുത്തു കഴിഞ്ഞു, എന്നിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്തു ലൈൻ. അപ്പോൾ അത് പോയിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, മിറർ എറേസ് സോഴ്സ് ഒബ്ജക്ട് യെസ് ഓർ നോ. അപ്പോൾ ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന സാധനം അതാണ് സോഴ്സ് ഒബ്ജക്ട് എന്ന് പറയുന്നത്. ആ ഒബ്ജക്റ്റിനെ ഡിലീറ്റ് ആക്കിയിട്ട് പുതിയത് ക്രിയേറ്റ് ആക്കണോ, അതല്ല അതിനെ നിലനിർത്തിക്കൊണ്ട് ഒരു കോപ്പി ആയിട്ട് വേണമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഡിലീറ്റ് ചെയ്യണ്ട, ഡിഫോൾട്ട് ആയിട്ട് നോ ആണ് കിടക്കുന്നത്. ഒരു എൻ്ററും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഡിലീറ്റ് ആവാതെ തന്നെ ഒരു കോപ്പി വരും. ഇനി ചില കേസിൽ നമുക്ക് ഡിലീറ്റ് ആക്കണം എന്നാണുണ്ടെങ്കിൽ അവിടെ എന്താണ്, നമ്മൾ മിറർ കൊടുത്തു, ഒബ്ജക്റ്റ് ചെയ്തിട്ട് നമ്മൾ മിറർ ലൈൻ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക, എസ് കൊടുക്കുക. എസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആയതിനു ശേഷം ഇവിടെ ഒരു കോപ്പി മാത്രം ക്രിയേറ്റ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടും വേണം. അതിന് നമ്മൾ സെലക്ട് ചെയ്ത് മിറർ കൊടുത്തിട്ട് രണ്ടും കീപ്പ് ചെയ്യുന്ന മെത്തേഡ് വേണം നമുക്ക് യൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഈ ആർക്കിനും ഒരു മിറർ വേണം. മിറർ കൊടുക്കുക, ക്രിയേറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, നമ്മൾ ഡോറിന്റെ ആ ഒരു വ്യൂ വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ വിൻഡോ എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് നമുക്ക് അടുത്ത നോക്കേണ്ടത്. അപ്പം വിൻഡോ, ഇപ്പം നമുക്കിവിടെ ബെഡ്റൂമിന്റെ ഡയമെൻഷൻ ഒന്ന് നോക്കാം. ഡയമെൻഷന് ഞാൻ പറഞ്ഞു, ലീനിയറിന് ഒരു കമന്റ് ഏരിയ ഉണ്ട്, ഡാൽ എന്നുള്ളതാണ്, DAL എന്ന് അടിച്ചത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു പ്രൊഫഷണൽസ് ഒക്കെ എല്ലാം കമന്റ് ഏരിയാസ് ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളൊക്കെ എല്ലാം കമന്റ് ഏരിയാസ് ആണ് ഉപയോഗിക്കുന്നത്. മെനുവിലും ഇവിടെ ടൂൾ ബാറിലൊക്കെ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിലെ ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. അത് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് പ്രദാനം ചെയ്യും. അപ്പം ഡാൽ എന്നടിച്ച് എൻ്റർ അടിച്ചതിന് ശേഷം
ഫസ്റ്റ് മെത്തേഡ് ഞാൻ നേരത്തെ പറഞ്ഞു, ഡയമെൻഷൻ ലൈൻ ഫസ്റ്റ് പോയിന്റും സെക്കൻഡ് പോയിന്റും സെലക്ട് ചെയ്യുക എന്നുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഡയമെൻഷൻ ഡാൽ എന്നുള്ള കമന്റ് അടിച്ച് എൻ്റർ ആയി കഴിഞ്ഞ് ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് പോയിന്റ് ചോദിക്കുന്നു. വീണ്ടും ഒരു എൻ്റർ കൂടി അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണുന്നുണ്ട് ഡയമെൻഷൻ സെലക്ട് ഒബ്ജക്ട് ഓർ ഡയമെൻഷൻ, അലൈൻഡ് ഡയമെൻഷൻ സെലക്ട് ചെയ്യാൻ. അപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ജസ്റ്റ് ലൈൻ സെലക്ട് ചെയ്തിട്ട് ഏത് ഭാഗത്തോട്ടാണ് വേണ്ടത്, ഇവിടെ ആണെങ്കിൽ ഇവിടെ, അല്ലെങ്കിൽ അകത്തോട്ടാണ് അകത്തോട്ട്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുക. അതേപോലെ തന്നെ അടുത്ത കമന്റ് അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഡബിൾ എൻ്റർ മാത്രം കൊടുത്താൽ മതി. ആ കമന്റിൽ തിരിച്ചെത്തി വീണ്ടും രണ്ടും ചെക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ 450 × 350 റൂമാണ്. അപ്പോൾ ഇതിന് നമ്മൾ ജനൽ കൊടുക്കുമ്പോൾ 4.5 മീറ്റർ ലെങ്ത് ഉള്ളൊരു വാളാണ്. അപ്പോൾ ആ വാളിൽ എത്ര വിൻഡോ വേണം എന്നുള്ളതിനൊരു കോമൺ കാഴ്ചപ്പാട് വേണ്ടി വരും. അപ്പോൾ റൂമിനകത്ത് വെട്ടവും കാര്യങ്ങളൊക്കെ വേണം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, ഇത്രയും വലിയ വാളാകുമ്പോൾ 2 വിൻഡോ നമ്മൾ കൊടുക്കണം. അപ്പോൾ നമുക്കറിയാം പഴയ പ്ലാനുകളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ടെക്നോളജി ഡെവലപ്പ് ആവുന്നതിന് മുമ്പ് അതുപോലെ നോർമൽ പ്ലാൻ വരയ്ക്കുന്ന ടൈമിലും പൊതുവെ റൂമിന്റെ സെന്ററിലാണ് ജനലുകൾ കൊടുക്കാറ്. അപ്പൊ നമുക്ക് നമ്മുടെ സൗകര്യങ്ങളനുസരിച്ച് ഇപ്പോൾ പലരും ചെയ്യുന്നത്, അതായത് നമ്മുടെ റൂമിന്റെ സെന്റർ സൈഡിൽ ബെഡ് ഇടുകയും 2 സൈഡിലും വിൻഡോ വരുന്ന രീതിക്ക് അങ്ങനെയാണ് ചെയ്യുന്നത്. ചിലർക്ക് ബെഡിന് നേരെ വിൻഡോ വരുന്നതിൽ പ്രശ്നമില്ല. അവർ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ കഴിയും. അപ്പൊ അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മളെ വീട് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു കൺസെപ്ഷൻ ഉണ്ടാവണം. ആ ഡ്രോയിങ് ചെയ്ത് കൊടുക്കുന്നത് വെച്ചിട്ടാണ് ഡിസൈനർ അല്ലെങ്കിൽ എഞ്ചിനീയർ ആ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ അല്ലെങ്കിൽ ഒരു കോമൺ സ്റ്റൈൽ ഡ്രോയിങ് നമുക്ക് ചെയ്തു തരും. അതിൽ നിന്ന് നമുക്ക് സജസ്റ്റ് ചെയ്യാം. 2 ഓപ്ഷൻ ഉണ്ട്, ഏത് നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഓക്കെ, ഇവിടെ 4.5 മീറ്റർ ഉള്ള ഈ വാളിൽ ഞാൻ 2 വിൻഡോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ വിൻഡോ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ നേരെ ഡോർ കൊടുത്ത അതേ മെത്തേഡ് തന്നെ ലൈൻ കമന്റ് കൊടുത്തതിന് ശേഷം ഇവിടെ ഈ സെൻട്രൽ ലൈൻ റൂമിന്റെ സെന്റർ കണ്ടുപിടിച്ചു. സെൻട്രൽ ലൈനിൽ നിന്ന് ഞാനൊരു വര ഇതേ സെൻട്രൽ ലൈനിലേക്ക് വരയ്ക്കുന്നു. F8 ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കുക. നമുക്ക് ജനല് കറക്റ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ലൈൻ വരച്ചതിന് ശേഷം ഈ ലൈൻ ഒരു സെൻട്രൽ ലൈൻ ഉണ്ട്. ഈ സെൻട്രൽ ലൈനിൽ നിന്ന് നമ്മൾ അടുത്തൊരു ലൈൻ ഇങ്ങോട്ട് വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നോർമൽ ബെഡ്റൂമിനൊക്കെ കൊടുക്കുന്ന വിൻഡോസ് 1.5 മീറ്റർ വിഡ്ത്തും പിന്നെ ജനലുകളുടെ ഹൈറ്റ് ബെഡ്റൂമുകളിൽ കൊടുക്കുന്നത് സാധാരണ 1.5 മീറ്റർ വിഡ്ത്തും 1.8 മീറ്റർ ഹൈറ്റും ഉള്ളതാണ്. 1.5ഉം 1.5ഉമാണ്. ഓക്കെ, 1.5 മീറ്റർ ഹൈറ്റും വിഡ്ത്തും 1.5 മീറ്റർ ഹൈറ്റും. ഓക്കെ, അപ്പോ ചില സ്ഥലങ്ങളിൽ 1 മീറ്റർ വിഡ്ത്തും 1.5 മീറ്റർ ഹൈറ്റുമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ വലിയ വാളിൽ നമുക്ക് 1.5 മീറ്ററിന്റെ 2 വിൻഡോ കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ സെൻട്രൽ ലൈൻ കിട്ടിക്കഴിഞ്ഞു. ഇതിൽ നിന്ന് നമ്മൾ ഓഫ്സെറ്റ് കമന്റ്, ഓഫ്സെറ്റ് ഓ എന്റർ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വിൻഡോയുടെ സൈസ് 1.5 മീറ്റർ ആണ്. അപ്പോൾ 75 കൊടുക്കുക. 75 സെന്റി വലത്തോട്ടും ഇടത്തോട്ടും കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ ലൈനെ സെയിം എന്ത് ചെയ്യാം, ഒരു മിറർ എടുക്കാം. ഇതെല്ലാം കൂടെ സെലക്ട് ചെയ്ത് MI എൻ്റർ കൊടുക്കുക. മിറർ ലൈൻ വരച്ചു കൊടുക്കുക. വീണ്ടും എൻ്റർ കൊടുക്കുക. ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് വേണ്ടാത്ത പാർട്ടുകളെല്ലാം TR ട്രിം ഡബിൾ എൻ്റർ, TR ഡബിൾ എൻ്റർ കൊടുത്തതിന് ശേഷം ട്രിം ചെയ്ത് കളയുക. അപ്പം വാൾ ഏതാണ് ലൈൻ ഏതാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ നമുക്ക് പ്ലാൻ എററായി പോകും. ഇവിടെ അപ്പോൾ വിൻഡോയുടെ ആ ഒരു ഓപ്പണിംഗ് ഇവിടെ വന്നു കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ ബാക്കിയുള്ള റെഫറൻസ് ലൈനെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുക. അതിനുശേഷം നമ്മൾ കൊടുത്ത വിൻഡോയുടെ സെൻറ്ററിൽ ഒരു ലൈൻ ഉണ്ട്, അത് ഡിലീറ്റ് ചെയ്ത് കളയുക. അതിനുശേഷം നമ്മുടെ വിൻഡോയുടെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വാളിന്റെ തിക്നെസ് 20 ആണ്. അപ്പം 20യുടെ സെൻട്രലായിട്ടായിരിക്കണം വിൻഡോ നിൽക്കുന്നത്. അപ്പം വിൻഡോ ഫ്രെയിമിന്റെ കനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പല ടൈപ്പ് ഉണ്ട്. വാളിന്റെ ഫുൾ കനം കവർ ചെയ്ത് വരുന്നതുണ്ട്,
അതിന്റെ സെന്ററിൽ നിൽക്കുന്നുണ്ട്. അതായത് 20 സെന്റിമീറ്റർ കനമുള്ള ഭിത്തിയിൽ 10 സെന്റിമീറ്റർ കനമുള്ള വിൻഡോ ഫ്രെയിം ഉപയോഗിക്കും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പൊ 20 സെന്റി ആണ് നമ്മുടെ ഈ ഭിത്തിയുടെ കനം. ഭിത്തിയുടെ കനം ഇവിടെ 20 സെന്റിയാണുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു? ഓഫ്സെറ്റ് കമന്റ് ഉപയോഗിച്ചിട്ട് ഓഫ്സെറ്റ് കൊടുത്തിട്ട് നമുക്ക് 5, അതായത് ഞാനിപ്പം 10 സെന്റിമീറ്റർ വിട്ടുള്ള ഫ്രെയിമാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഓഫ്സെറ്റ് അകത്തോട്ട് 5 സെന്റിയും പുറത്തുനിന്ന് അകത്തോട്ട് 5 സെന്റിയും, അങ്ങനെ 5 സെന്റി ഓഫ്സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സെന്ററിൽ വരുന്നത് 10 സെന്റിമീറ്ററിന്റെ ഫ്രെയിം ആയിരിക്കും. അപ്പോൾ ഓഫ്സെറ്റ് കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം ഡിസ്റ്റൻസ് 5 കൊടുത്തു കഴിഞ്ഞു. ഇവിടെ അതുപോലെ കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്യുക? നമ്മുടെ ബാക്കിയുള്ള ലൈനുകൾ ഡിലീറ്റ് ചെയ്ത് കളയുക, ട്രിം ചെയ്ത് കളയുക. കൂട്ടുകാരെ, അതിനുശേഷം ഇവിടെയും നമുക്ക് ആവശ്യമില്ലാത്ത ലൈനുണ്ട്. നമ്മൾ റെഫറൻസിനായിട്ട് ഇട്ട ലൈൻ അതും ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ ഇത്രയും വിൻഡോ നമ്മൾ കൊടുക്കുന്നത് ഇത് ഫ്രണ്ട് വ്യൂ ആണ്. അപ്പം ഫ്രണ്ട് വ്യൂവിൽ ഒരു എലിവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ വിൻഡോ കൊടുത്തത്. അപ്പോൾ നോർമലായിട്ട് നമ്മൾ 1 മീറ്ററിന്റെ വിൻഡോ കൊടുത്താൽ മതിയാവും ബെഡ്റൂമിൽ. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ ഈ ഡയമെൻഷൻ ഡിലീറ്റ് ചെയ്യുന്നു, റെഫറൻസിന് വേണ്ടി ഇട്ടതാണ്. അതിനുശേഷം നമ്മൾ ഇവിടെ വേണ്ടതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ അതിന്റെ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് പാളികൾ എത്രയാണെന്നുള്ളത്. 3 പാളിയാണെങ്കിൽ നമ്മൾ ഈ ലൈനെ സെലക്ട് ചെയ്തിട്ട് ഡിവൈഡ് കമന്റ് കൊടുക്കുക. ഡിവൈഡ് കമന്റ് കൊടുക്കുമ്പോൾ എത്ര സെഗ്മെന്റ് ആകുമെന്ന് ചോദിക്കുന്നു. അതിനെ 3 സെഗ്മെന്റ് ആകണമെന്ന് പറയുന്നു. ഡിവൈഡ് കമന്റ് കൊടുക്കുന്നു. അതിനുശേഷം സെലക്ട് ഒബ്ജക്റ്റ്, എത്ര സെഗ്മെന്റ് വേണമെന്നുള്ളത് 3 കൊടുക്കുന്നു. അതിനുശേഷം അവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ലൈൻ കമന്റ് അടിച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ഒരു നോഡ് ഇവിടെ ഉണ്ട്. അതിനുശേഷം അടുത്ത നോഡ് ഇവിടെയുണ്ട്. അപ്പോൾ 3 പാളികളായിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളതുപോലെ എന്തൊക്കെ ഡിസൈൻ വേണമെങ്കിലും ഇതിൽ കാണിക്കാം. ഇത് ബേസിക് മെത്തേഡാണ്. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് റെഡിമെയ്ഡ് വിൻഡോ ഒക്കെ നമുക്ക് പ്രത്യേകം ബ്ലോക്ക് ആയിട്ട് ചെയ്ത് വെച്ചിട്ട് ഇതിൽ കൊണ്ട് ഇൻസെർട്ട് ചെയ്യുന്ന മെത്തേഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ഇങ്ങനെ ഡോറും വിൻഡോയും എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മളിപ്പോൾ ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടി കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു ഡോറിന്റെയും വിൻഡോയുടെയും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. വളരെ ഇനിയിപ്പോൾ നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ ബാക്കിയുള്ള ടൂളുകൾ ഇതിന്റെ ഈ പ്ലാൻ വെച്ചിട്ട് നമുക്ക് അതിന്റെ എലിവേഷനിലോട്ട് പോവുകയും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെൽ ഐക്കൺ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കൃത്യമായി ലഭിക്കുകയും ക്ലാസ്സുകൾ മുടങ്ങാതെ അറ്റൻഡ് ചെയ്യാനും കഴിയും. കൂട്ടുകാരെ, അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും പുതിയ ഇൻഫർമേഷനുമായി കാണുന്നതുവരെ ഏവർക്കും ഗുഡ് ബൈ.